ഹലോ ഫ്രണ്ട്സ്, പ്രോക്കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചെർപ്പശ്ശേരിക്കടുത്ത് നരിമട എന്നറിയപ്പെടുന്നൊരു സ്ഥലത്തേക്കാണ്. ഇതിന് നരിമട എന്ന് മാത്രമല്ല മുനിമട എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു വൈകുന്നേരം ടൈമിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റാണ്, ചെറിയ രീതിയിലൊരു കാറ്റുമുണ്ട്. ഒരു സൺസെറ്റ് കാണണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങളിതിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഈ ചെറിയ വഴി കണ്ടോ, ഇതിലൂടെയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അങ്ങനെ കയറി തുടങ്ങി. രണ്ട് സൈഡും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പുല്ലുകളൊക്കെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി മുകളിലോട്ട് കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. എന്തായാലും കയറി നോക്കാം. നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് കാണുമ്പോൾ. കാരണം ഒരു പ്രത്യേക ഒരു വൈബാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഇതൊരു ബ്രിഡ്ജ് പോലെ. ആക്ച്വലി ഇതൊരു ബ്രിഡ്ജ് അല്ല, ഒരു അക്വഡേറ്റ് ആണ്. ഇപ്പോൾ ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നുമില്ല, പക്ഷേ മഴക്കാലത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പാറകളാണ്, വഴികളില്ല. അതിന് പകരം ഈ പാറകളിലൂടെയാണ് നടന്നു പോകുന്നത് ഞങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വഴിയൊന്നും കാണുന്നില്ല. രണ്ട് സൈഡും നല്ല രീതിയിൽ പുല്ല് വളർന്ന് നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഹൈറ്റിൻ്റെ അത്രയുണ്ട് ഈ പുല്ല് കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടോ, കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. അതിപ്പോൾ കാരണം എന്താണെന്ന് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഇവിടുന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ ഏകദേശം പകുതിയോളം കയറി കഴിഞ്ഞു. ഒരു അടിപൊളി വ്യൂ തന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. വഴിയുടെ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയൊരു വഴിയേ ഉള്ളൂ. പിന്നെ അതും ആക്ച്വലി വഴി ആൾക്കാർക്ക് നടന്നുണ്ടായ വഴിയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരു സെക്യൂരിറ്റി മെഷേഴ്സും ഇല്ല, സെക്യൂരിറ്റി ഗാർഡ്സോ നമ്മളെ നോക്കാനായിട്ട് ആരുമില്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കേണ്ടതാണ് കേട്ടോ. ഏകദേശം പകുതി വരെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ താഴേക്കുള്ള വ്യൂ അടിപൊളിയാണ്. പിന്നെ മൊത്തം പുല്ലാണ്. ഇങ്ങനെ ഈ ലെവലിൽ കാണുന്ന പുല്ലുകളാണ് മൊത്തം ഈ വഴിയുടെ രണ്ട് സൈഡും കേട്ടോ. അല്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയയുമുണ്ട്. പിന്നെ ഈ സ്ഥലത്തെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് പട്ടാമ്പിയിൽ നിന്ന് 16 കിലോമീറ്ററും ചെർപ്പശ്ശേരിയിൽ നിന്ന് 8 കിലോമീറ്ററുമാണ്. ഗൂഗിൾ മാപ്പിൽ സ്ഥലം പോയിൻ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടേക്ക് എത്തിപ്പെടാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് തുടക്കം ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇതിനെ നരിമട എന്ന് മാത്രമല്ല മുനിമട എന്നും അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഗുഹയിൽ പണ്ട് മുനിമാർ താമസിച്ചിരുന്നുവെന്നും ഒക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിനെ പലരും മുനിമട എന്നും പറയുന്നത്. ആക്ച്വലി ഈ പേരാർക്കും അധികം അറിയില്ല. നരിമട എന്നാണ് ഇതിനെ പൊതുവെ എല്ലാവരും പറയാറ്. ഇവിടുന്ന് കാണുന്ന ഈ പുഴ കണ്ടോ, ഇതാണ് കുന്തിപ്പുഴ. ഈ പുഴ നേരെ ചെന്ന് ചാടുന്നത് തൂതപ്പുഴയിലേക്കാണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നത്. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് കാണുമ്പോൾ താഴേക്കുള്ള ചെറിയ പച്ചപ്പും അതിനിടയിലൊരു പുഴയും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കൂടെ. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് ചെല്ലും തോറും വഴികളെല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് പല പാറക്കെട്ടുകളും ഉണ്ട്. കുട്ടികളും വയസ്സായവരൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ പല ഇഴജന്തുക്കളും മറ്റു മൃഗങ്ങളും ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലൂടെ നടക്കാൻ. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഭാഗത്തും പ്ലാസ്റ്റിക്കുകളും അല്ലാതെ വേസ്റ്റുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്നവരും മിക്ക ആൾക്കാരും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ട് പോകുന്നുണ്ട്. അതൊന്നും കുറച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് നിങ്ങളോട്. വൈകുന്നേരങ്ങളിലെ കുറച്ച് എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടു മാറി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്.
കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറാനെങ്കിലും ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇവിടെ വരേണ്ടതാണ് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തു. പെട്ടെന്നൊന്നും താഴോട്ട് പോകാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഒരു 1.25 മണിക്കൂറോളം ഇതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു. അത്രയും അടിപൊളി ഫീലാണ്, നല്ല തണുത്ത കാറ്റും എല്ലാം. പിന്നെ ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ പകുതി വരെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലീസും കുട്ടികളൊക്കെ വന്നിട്ട് അവർ പകുതി വരെ കയറിയിട്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് അവരാരും കയറിയില്ല. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആരും കയറി വന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. നല്ല അടിപൊളി ഫീൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുകൾഭാഗം ഒരു ഫുൾ പാറയാണ്. ഇതിൻ്റെ മുകൾഭാഗത്ത് വേറെ കാടുകളോ കാട് പിടിച്ച് കിടക്കുന്ന പുല്ലുകളോ അങ്ങനെയൊന്നുമില്ല. ഈ പാറ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നല്ല എവിടുന്ന് നോക്കിയാലും ഫുൾ പച്ചപ്പ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ നാടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി കാറ്റാവുന്നതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്നൊന്നും താഴോട്ട് പോകാൻ തോന്നുന്നില്ല. തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയൊരു പ്ലേസ് കൂടിയാണിത്. കാരണം ഇതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുള്ള ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. ഓൾമോസ്റ്റ് ടോപ്പ് എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു നിരന്ന് കിടക്കുകയാണ്. ഒരു പാറ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു പ്ലേസാണ്. ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും റൗണ്ട് വ്യൂ മൊത്തം ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മുളയങ്കാവ് ചെറുപ്പശ്ശേരി ഭാഗം മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ ഗ്രീനും ആയിട്ട് മരങ്ങളെല്ലാം കൊച്ചു കൊച്ചു ചെറുതായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.